പൂർണ്ണത്ര ഈശനെ ദർശിക്കുന്നതിനും കാണിക്കയിടുന്നതിനുമാണ് വൃശ്ചികോത്സവത്തിനെത്തുന്ന മഹാഭൂരിപക്ഷവും പ്രഥമ പരിഗണന നൽകുന്നതെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെയും ചോയ്സ് വ്യത്യസ്തങ്ങളാവും. ചെണ്ടക്കോലുകളിലേക്ക് മായയും മന്ത്രവും ആവാഹിച്ച് ശ്രോതാക്കളെ കോൾമയിർ കൊള്ളിക്കുന്ന വാദ്യ കുലപതികൾക്ക് മുന്നിലാവും കുറേ പേർ മനസ്സർപ്പിച്ച് നിൽക്കുന്നതെങ്കിൽ മേളവും എഴുന്നള്ളിപ്പും കഴിയുന്നതോടെ അവർക്ക് സ്ഥലം വിടാം. പക്ഷേ തങ്ങളുടെ മാനസേശ്വരന്മാരുടെ ചെവിയാട്ടലും മാന്യമായ നിലവും മേളത്തിനൊപ്പിച്ചുള്ള താളം പിടുത്തവും ഒക്കെ കണ്ടു നിൽക്കുന്ന ആനപ്രേമികളുടെ കാര്യം അങ്ങനെയല്ല. എഴുന്നള്ളത്ത് കഴിഞ്ഞ് ആനകൾ നെറ്റിപ്പട്ടവും മറ്റ് ആടയാഭരണങ്ങളും അഴിച്ച് ദീർഘനിശ്വാസം വിടുന്നതോടെയാണ് ഇവരുടെ ജോലിഭാരം കൂടുന്നത്. ഓരോരുത്തരുടെയും ഒപ്പം ഓടി നടന്നും പാപ്പാന്മാരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും അത് കഴിഞ്ഞ് തങ്ങളുടേത് മാത്രമായ ആന സൗഹൃദ കൂട്ടായ്മകളുമായി വട്ടം കൂടിയിരുന്ന് ഓരോരുത്തരുടെയും ഗുണദോഷങ്ങൾ വിലയിരുത്തിയും ആനപ്രേമികൾ അവരുടേത് മാത്രമായ സദസ്സുകൾ സൃഷ്ടിക്കും. കോട്ടയത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും കൊല്ലത്തു നിന്നും കൂട്ടം കൂട്ടമായി എത്തുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ ഇവിടെ ഈ ഉത്സവ നഗരികളിൽ ഒന്നിപ്പിക്കുന്നതും ഊർജം പകരുന്നതും ആനയെന്ന ഇമ്മിണി വലിയ രണ്ടക്ഷരങ്ങൾ തന്നെ. ഇടയ്ക്കെങ്കിലും കൊച്ചു കൊച്ചു തർക്കങ്ങളിലേക്കും തെല്ല് നേരത്തേക്കുള്ള പിണക്കത്തിലേക്കും ഗ്രൂപ്പിസത്തിലേക്കും അവരറിയാതെ തന്നെ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും അതുതന്നെ ആനപ്രേമം. നിങ്ങൾ ഈ ഉത്സവം കാണാനായിട്ടല്ല, ആനകൾ ഉത്സവത്തിനേക്കാൾ ഉപരി ആനകളെ കാണാനായിട്ടല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത്? ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ ഇവിടുന്ന് വരുന്നത്? എറണാകുളം തന്നെയാണ്. നായരമ്പലം. ഞാൻ അളങ്ങുന്നപ്പുഴ. പാലക്കാട്. കോഴിക്കോട്. പാലക്കാട്. മലപ്പുറം. അപ്പോൾ നമ്മളൊക്കെ ഒരു എറണാകുളം മുതൽ വടക്കോട്ടുള്ള ഒരു വലിയ മേഖലയിൽ നിന്നുള്ള ചെറുപ്പക്കാർ നിങ്ങളെല്ലാവരും ഒന്നിപ്പിക്കുന്നതും ഇവിടേക്ക് എത്തിക്കുന്നതും ചുരുക്കത്തിൽ ആനകൾ തന്നെയാണ്. ഈ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിന് നിങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്ത് വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? കേരളത്തിലെ ഒരുമാതിരി എല്ലാ നാട്ടാനകളും തൃപ്പൂണിത്തുറ പൂർണ്ണതൃശ്ശിൻ്റെ സന്നിധിയിൽ എത്താറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാ നല്ല ആനകളെയും കാണാനുള്ളൊരു ചാൻസ് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കോഴിക്കോട് മലപ്പുറത്ത് തന്നെ ഇവിടെ ഇത്രയും ദൂരം ഇവിടെ വന്ന് വരുന്നത്. ഓരോരുത്തരും ഓരോ ആനകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആനകൾ വേറെ ഉണ്ടാവും. അതിലെങ്ങനെയായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏതാനയാണ്? ഞാൻ തെച്ചിക്കോട്ട രാമേന്ദ്രൻ. ഗുരുവായൂർ വലിയകേശവന്റെ ആരാധകനാണ്. പാമ്പാടി. ബാസ്റ്റ്യം വിനയശങ്കർ. കുട്ടമംഗലം രാമദാസ്. ഭംഗിക്കാണ്. തിരുവമ്പാടി ശിവസുന്ദർ. തിരുവമ്പാടി ശിവസുന്ദരം. നായരമ്പലം രാമൻകുട്ടി. തിരുവമ്പാടി ശിവസുന്ദരം. നായരമ്പലം രാമൻകുട്ടി എന്നുള്ളത് നമ്മുടെ സ്വന്തം ആന എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണനയാണോ? സ്വന്തം ആന എന്നുള്ള നിലയ്ക്കുള്ള. അപ്പോൾ ഇവിടെ ആരോ രണ്ടുപേര് പറഞ്ഞത് ശിവസുന്ദറിന്റെ പേര് മാത്രം, അത് അങ്ങനെയാണെന്നോ അല്ലേ? തെച്ചിക്കോടും അങ്ങനെയൊക്കെ എന്തായിരിക്കും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള ആനകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നിയ ആനയാണ്? എനിക്ക് ഗിരീശൻ തന്നെ. കോങ്ങാട് കുടിശങ്കർ. ആനകൾക്ക് ഇത്രയധികം ആടയാഭരണങ്ങളും അവർക്ക് നൽകുന്ന വീരപരിവേഷവും എല്ലാം കണ്ട് വിഭ്രമിച്ച് നിൽക്കുന്ന വിദേശികൾക്ക് ഈ ആനക്കുളിയും ഒരത്ഭുതമാകണം. കാരണം ആനയുടെ കഴുത്തിൽ അണിയിക്കുന്ന ഏലസ് ചങ്ങലകൾ തന്നെ ഒന്ന് തേച്ച് വെളുപ്പിച്ചെടുക്കാൻ പാപ്പാന്മാർ പെടാപ്പാട് പെടണം. അപ്പോൾ പിന്നെ ഇത്രയും കറുകറുത്ത ആനക്കേമന്മാരെ സുന്ദരന്മാരാക്കുന്നതിൻ്റെ പിന്നിലെ യത്നം പറയാനുണ്ടോ? കുളി കഴിഞ്ഞ് എല്ലാവരും നിരന്നു നിന്നാൽ പിന്നെ ഊണിനുള്ള മണിയടിക്കും. എല്ലാവർക്കും മുന്നിൽ പാത്രങ്ങളും ഭക്ഷണവും റെഡി മണിയായി എത്തും. ഇങ്ങനെ ഇവർ ഈ ക്ഷണിച്ചു വരുത്തപ്പെട്ട വീരാധിവീരന്മാർ കുളിയുടെയും ഊണിൻ്റെയും ഒക്കെ തിരക്കുകളിൽ വ്യാപൃതരാവുമ്പോഴും അടുത്ത നേരത്തെ തിടമ്പ് ആർക്കാവും എന്ന ഊഹത്തിലും വാതുവയ്പിലും മുഴുകുമ്പോഴും ആരൊക്കെ എപ്പോഴൊക്കെ തിടമ്പേറ്റിയാലും ഇല്ലെങ്കിലും ശരി, എനിക്കുള്ള തിടമ്പ് അത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ എനിക്കായി മാത്രം കാത്തുവച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരാൾ ഗമയിൽ നിത്യശീവേലിക്ക് തയ്യാറെടുക്കുന്നുണ്ട്. വർഷത്തിൽ 365 ദിവസവും നിത്യശീവേലിയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്പൂണിത്തുറയിലെ നിലയ വിദ്വാനാണ് കൊച്ചു ശ്രീരാമൻ. എന്നുവെച്ചാൽ നിത്യശീവേലിയുടെ ചുമതല എന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ ശ്രീരാമനാണെന്ന് ചുരുക്കം. ഓട്ടപ്രദക്ഷിണം എന്ന പ്രയോഗം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഓട്ടപ്രദക്ഷിണമെന്ന് നേരിട്ടറിയണമെന്നുണ്ടോ? ചൂടാറാതെ കണ്ടോളൂ. ശാന്തിക്കാരൻ ദേവന്റെ വിഗ്രഹം കയ്യിലെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രദക്ഷിണങ്ങളിൽ പൂജാരിയും വാദ്യക്കാരുമെല്ലാം ഓടടാ ഓട്ടം തന്നെ. പ്രദക്ഷിണത്തിന് കുറുകെ ചാടാതിരിക്കാൻ കാഴ്ചക്കാരും ശ്വാസം പിടിച്ച് ശ്രദ്ധിക്കണം. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൻ്റെ പൊടിപാറും കാഴ്ചകൾ, സുന്ദര സുരഭില വിശേഷങ്ങൾ അതിവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.